ഓസ്ട്രേലിയൻ ഡോളറിൽ എടുത്ത ഒരു സിംഗ് ട്രേഡ് ആണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഡേയിൽ പ്രൈസ് ബിയറിഷ് ആണ്, എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ നിന്നൊക്കെ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഇന്റേണൽ സ്ട്രക്ചറാണ് ഡേയിൽ നോക്കുന്നത്. ഒരു ഹൈ പ്രയോറിറ്റി ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു ഓൾറെഡി നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ മാർക്ക് ചെയ്ത് തന്നതാണ്. പിന്നെ വീക്ക്ലി അനലിസ്റ്റിൽ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പലവട്ടം ബൈ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് പ്രൈസ് വന്നു. ഒരു ഇന്റേണൽ സ്ട്രക്ചർ ആകുമ്പോൾ ഒരു ഹൈ പ്രയോറിറ്റി എൻട്രി മോഡുകളൊന്നും കിട്ടിയില്ല. വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രൈസ് റിയാക്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് 4 ഹവറിൽ 1 ഹവറിലൊക്കെ ഒരു സിംഗിൾ ക്യാൻഡിൽ IFC ക്യാൻഡിലൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഞാനിവിടെ ഒരു കറൻസി ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടി മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കറൻസി ആകുമ്പോൾ നമുക്ക് 50 മിനിറ്റിലൊക്കെ വന്ന് ഞാൻ എടുക്കാറുണ്ട്. നമുക്ക് 50 മിനിറ്റിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ സമയത്തൊരു ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നു. ആ ന്യൂസ് പ്രൈസ് കൊണ്ടുവന്ന് നമ്മുടെ OBയിൽ കണക്ട് ചെയ്തു. അവിടെ നിന്ന് ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിൻ്റെ സിംഗിൾ ക്യാൻഡിൽ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ ഈ ഒരു ക്യാൻഡിലെ ലോയ വെച്ച് നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് തന്നെ കിട്ടി. നെക്സ്റ്റ് അടുത്തൊരു ട്രേഡ് ഹോൾഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രൈസ് മൂവ് ചെയ്ത് വീണ്ടും മേളിലേക്ക് വന്നു. നമുക്ക് വേറെ കൺഫർമേഷൻ കിട്ടാനായിട്ടൊരു ചോക്ക് ഇതാണ്. അതിനുശേഷം മൺഡേ പ്രൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്തത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ലൊരു ഗ്യാപ്പിൽ പ്രൈസ് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ഈ ഒരു OBയിൽ വന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ആ OB വരച്ചിട്ട്. പക്ഷേ എന്നാലും ഞാൻ പ്രൈസ് അവിടെ വന്നു കഴിയുമ്പോൾ ഒരു എക്സ്ട്രാ കൺഫർമേഷൻ എടുത്തിട്ട് മാത്രമേ സെല്ല് നോക്കുകയുള്ളൂ. അതിൻ്റെ മേളിൽ ഇവിടെ ഒരു OB ഉണ്ടായിരുന്നു, എക്സ്ട്രീം ആയിട്ട് വരുന്ന ഇനിയുള്ളൊരു POE അതുമാത്രമേ ഉള്ളൂ. ആ POEയിൽ പ്രൈസ് വരികയും 50 മിനിറ്റിൽ നമുക്കൊരു വീണ്ടും എഗെയിൻ സിംഗിൾ ക്യാൻഡിൽ തരികയും ചെയ്തു. ഇങ്ങനെയാണ് 2 എൻട്രി നമ്മളെടുത്ത്. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ 4 ഹവറിൻ്റെ ഐഡിയമാണ് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, ചേഞ്ച് ഓഫ് ക്യാരറ്റ്, നെക്സ്റ്റ് ഇവിടെ 4 ഹവറിൻ്റെ OB. അതിനുശേഷം നമ്മൾ ഡേയിലെ ഒരു OB ആണ് മെയിൻ ടാർഗറ്റ് ചെയ്ത് വെച്ച് എല്ലാ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഞാൻ ഒരുപാട് ഹോൾഡ് ചെയ്തില്ല. ഇനി ഒരുപാട് സാധ്യതകൾ ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകൾ നമുക്ക് ഇനി സെല്ലിലേക്കും ബൈയിലേക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എടുത്ത് സ്റ്റുഡൻസ് അല്ലാതെ ഒരുപാട് പേര് എടുത്തൊരു ട്രേഡാണ്. വളരെയധികം സന്തോഷമുണ്ട്. അതിലൊരു ഒരു ബിഗിനർ ഒരു സിംഗ് ട്രേഡ് എടുത്ത് വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.